ജോഷില ഇപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ജോഷില, സ്പീക്കർ ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ സർവകക്ഷി യോഗത്തിന് ശേഷം ക്യാമ്പുകളിലെത്തി ജനങ്ങളെ നേരിട്ട് കാണുമെന്നാണ് അറിയുന്നത്. ജനങ്ങൾക്കൊക്കെയും ഇവരുടെ ഒരു സന്ദർശനം വലിയ തോതിൽ ആശ്വാസമല്ലേ ഇപ്പോൾ പകരുന്നത്? തീർച്ചയായും കാവ്യ, എൻ ഷംസീർ സ്പീക്കർ ഇപ്പോൾ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അദ്ദേഹം നേരത്തെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ക്യാമ്പുകൾ കഴിയുന്നവരെ കണ്ടെത്തി. വലിയ ആശ്വാസമാണ് അവർ പകരുന്നത്. ഷംസീർ മാധ്യമങ്ങളോട് സംസാരിച്ചു. അവർ ഉത്തരവാദപ്പെട്ട അവരെ തള്ളല്ലേ നിങ്ങൾ? വളരെയധികം ഹൃദയഭേദകമായ രംഗങ്ങളാണ് ഈ ക്യാമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ഉടയവരെ നഷ്ടപ്പെട്ടവർ, നിരവധി പേർ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകൾ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അവരുടെ ആശങ്ക സ്വാഭാവികമായും ഏത് ക്യാമ്പിനകത്ത് കഴിയുന്നവരുടെ ആശങ്കയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റും ആ നിമിഷം മുതൽ നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വയനാട് കേരളത്തിൻ്റെ ഒരു തേങ്ങലായി മാറിയിരിക്കുന്നു, മേപ്പാടി. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് മലയാളികൾ 2018 പ്രളയത്തിനും 2019 പ്രളയത്തിനും എങ്ങനെയാണോ നമ്മൾ ഒന്നിച്ചു നിന്നതിനെ കരുത്തോൽപ്പിച്ചത്, അതിന് സമാനമായി ഈ ദുരന്തത്തെയും അതിജീവിക്കാൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കേരളത്തിലെ ഈ വയനാട്ടിലെ ഈ മേപ്പാടിയിലെ ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ ദിവസമാകുമ്പോൾ അവർക്ക് ആശങ്കയാണ്, ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഈ ആശങ്ക പൂർണ്ണമായും സർക്കാർ പരിഹരിക്കും. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന ജനങ്ങളുടെ ആശങ്കയാണ്. ആ ആശങ്കകൾ ഇക്കാലം അത്രയും സർക്കാർ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആശങ്കയും ആ നിലയിൽ പരിഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാവ്യ, ഷംസീർ, ക്യാമ്പുകൾ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവർക്ക് ആശ്വാസമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവരുടെ വീടിനെക്കുറിച്ചും, അതുപോലെ ഒരുപാട് പേർ നേരത്തെ ക്യാമ്പുകളിൽ നമ്മളോട് അതിൻ്റെ അവർക്ക് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ ഭൂമിയെക്കുറിച്ച്, അവരുടെ ബാങ്ക് ലോണുകളെക്കുറിച്ച്, ഇതൊക്കെ തന്നെ ആശങ്ക നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് സ്പീക്കർ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആശങ്കയും സർക്കാർ പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ്. ദുരിതഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പാണത് എന്നുള്ളതാണ് കാവ്യ പറയാനുള്ളത്. ജോഷില, ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുരന്തത്തിൽപ്പെട്ട് എന്താണ് ഇനി നടക്കാൻ പോകുക എന്നറിയാതെ നിൽക്കുന്ന ജനതയ്ക്ക് ഏറ്റവും വലിയ ആശ്വാസം നിങ്ങളുടെ എല്ലാ ആശങ്കകളും സർക്കാർ പരിഹരിക്കുമെന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഇവർ ഓരോരുത്തരും ക്യാമ്പുകളിൽ എത്തുന്നതും ഈ ജനങ്ങളുടെയൊക്കെയും സങ്കട കാഴ്ചകൾ അല്ലെങ്കിൽ ഈ സങ്കടത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇവർക്കായുള്ള ഭക്ഷണമൊക്കെയും ഒരുക്കുകയാണ്. ഈ ഭക്ഷണമൊക്കെയും ലഭിക്കുന്നത് കൃത്യമായി അത്തരത്തിൽ മരുന്ന്, ഭക്ഷണം, വസ്ത്രം, കുടിവെള്ളമൊക്കെയും ഏറ്റവും കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നതിൽ ഒരേ സ്വരത്തോടുകൂടി ഇവരെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ അവരെ ചേർത്ത് നിർത്തുക അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ്. അതിനുശേഷമാണ് അതിജീവനം എന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഉപജീവനം എന്നൊരു കാര്യത്തിലേക്കൊക്കെയും വരുന്നത്. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറി മുന്നോട്ട് പോവുക, ഇവർക്ക് ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെയും ഇനിയാണ് വരാനുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ശാരീരിക ആരോഗ്യനില, മാനസികാരോഗ്യനിലയൊക്കെയും വീണ്ടെടുക്കുക, വളരെ കരുതലോടുകൂടി, ആരോഗ്യാവസ്ഥയിലൊക്കെ വളരെ കരുതലോടുകൂടി അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയും, ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെയുമാണ് ഏറ്റവും പ്രധാനം.